വലിയ തിരക്കാണ് ഈ ക്ഷേത്ര സന്നിധിയിൽ അനുഭവപ്പെടുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. അമ്മയെ ഒരു നോക്ക് കാണാൻ വേണ്ടി നിരവധി സ്ത്രീകൾ, നമുക്ക് പ്രായ ഭേദ വ്യത്യാസമില്ലാതെ നിരവധി സ്ത്രീകളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ പൊങ്കാല ചടങ്ങിന്റെ ഭാഗമായി, അതായത് പൊങ്കാല തർപ്പണത്തിന് മുൻപായി ഒരു അനുവാദം, ഭഗവതിയോട് അനുവാദം ചോദിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ക്ഷേത്രത്തിലേക്ക് സ്ത്രീകളുടെ ഒരു ഒഴുക്കുള്ളത്. അതിനുശേഷം പ്രത്യേകിച്ചും വലിയ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടിയാണ് ഈ പൊങ്കാല സമർപ്പണം നടത്തുക. അങ്ങനെ വ്രതം ആരംഭിച്ചതിന് ശേഷം ഇന്ന് പൊങ്കാല അർപ്പിച്ച് ആ പൊങ്കാല നിവേദിച്ചതിന് ശേഷം മാത്രമായിരിക്കും പല സ്ത്രീകളും, ഭക്തരായ സ്ത്രീകൾ ജലപാനം കഴിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം മന്ത്രോച്ചാരണങ്ങൾ. അമ്മയെന്ന് കാണാൻ ഓടി വന്നതാന്നേ മാവേലിക്കരയിൽ കല്ലുമല എന്ന ദേശത്തുനിന്ന് ഓടി വന്നതാണ്. ഈ തിരക്കിനകത്ത് പൊങ്കാല ഇടണം, അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. അമ്മ അകത്തോട്ടൊന്ന് കയറാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുവാ. ഈ തിരക്കിന് ഞങ്ങൾ അവിടെ ക്യൂവിൽ പോയിട്ട് തിരിച്ചിവിടെ വരികയാണ്. പൊങ്കാല കത്തിക്കണ്ടായി, അത് കാരണം ഞങ്ങൾ ഇവിടെ നിന്ന് കാണുവാ. ഞങ്ങൾക്ക് അമ്മയെ കാണാൻ ഞങ്ങൾ വലിയ ആഗ്രഹത്തെ ഓടി വരുവായിരുന്നു. ഒരുപാട് കാലമായോ പൊങ്കാല ഇപ്പൊ 6 വർഷം കൊണ്ടിടും. എല്ലാ വർഷം 6 വർഷം കൊണ്ടെടുത്തു. ഞാൻ ഗുജറാത്തിലായിരുന്നു. 8 വർഷമായി ഇവിടെ കേരളത്തിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് അന്ന് മുതൽ ഇവിടെ വന്ന് പൊങ്കാല ഇടുന്നുണ്ട്. അമ്മയെ ഒരു പ്രാവശ്യം വന്ന് കണ്ട് അകത്ത് കയറി കണ്ടിട്ടുണ്ട്. പിന്നെ വരാൻ പറ്റിയിട്ടില്ല, പൊങ്കാലയിട്ടിട്ട് പോകും. ഇപ്പൊ ഇന്ന് വിചാരിച്ച് ട്രെയിനിൽ ഇരുന്ന് എന്റെ കൂട്ടുകാരിയെ കണ്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് കാണുകയാണ്. അകത്ത് കയറാൻ പറ്റുന്നെങ്കിൽ അമ്മ അനുഗ്രഹിക്കട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ കാപ്പുകെട്ട് കഴിഞ്ഞൊക്കെ 2 പ്രാവശ്യം വന്നു. ഞായറാഴ്ചയും വന്നു, ചൊവ്വാഴ്ചയും വന്നു. ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ടാ എന്നിട്ട് ഇവരെ കണ്ടതുകൊണ്ടാണ് ഇന്നിപ്പോ ഇങ്ങനെ വന്നത്. അല്ലെങ്കിൽ പൊങ്കാല വന്നിട്ടിട്ടേ പോകത്തുള്ളായിരുന്നു. അതാ നല്ലത്. കയറണമെന്ന് ആഗ്രഹമുണ്ട് മനസ്സില്. അത് അമ്മ അനുഗ്രഹിക്കാതെ കയറാൻ. എവിടുന്നാ വരുന്നത്? മാവേലിക്കരന്നാ. സാധാരണഗതിയിൽ വ്രതാനുഷ്ഠാനം നടത്തി അമ്മ വ്രതമെടുത്തിട്ടായിരുന്നു. എനിക്കിപ്പോ ഈ പ്രാവശ്യം നല്ല വ്രതമായിട്ട് വന്നത്. ഈ 9 ദിവസവും വ്രതം എടുത്ത് അത് 3 ദിവസം നല്ല കഠിന വ്രതമായിട്ട് തന്നെ എടുത്തിട്ടാ വന്നത്. അതുകൊണ്ട് 2 പ്രാവശ്യം എനിക്ക് അടുപ്പിച്ചിപ്പോ വന്നു. ഞായറാഴ്ചയും ബുധനാഴ്ചയും വന്നു തൊഴുതു ഞാനിവിടെ. ഈ കഠിന വ്രതം എന്ന് പറയുമ്പോ ഞാന് ഒരു നേരത്തെ അരിയാഹാരം കഴിച്ചു, ബാക്കി 2 നേരം രാത്രിയിലൊന്നും കഴിച്ചിട്ടില്ല. ഉച്ചയ്ക്ക് കഴിച്ചതാ. വെള്ളം പോലും കുടിക്കാതെ ഞങ്ങൾ ഇവിടെ വന്ന് അമ്മയെ കണ്ട് അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ചിട്ട് വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അമ്മ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരട്ടെ, കുടുംബത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ക്ഷേത്രത്തിന്റെ സന്നിധിയിൽ തന്നെയാണോ പൊങ്കാല ഇടുന്നത്? ഇവിടെ അടുത്ത് മുത്താരമ്മൻ കോവിൽ അടുത്തൊരു വീട്ടില. ഞാൻ 25 കൊല്ലം കൊണ്ട് പൊങ്കാല ഇടാൻ വരെയാണ്. എനിക്ക് 1-2 കാര്യങ്ങൾ നടന്നത്. ഇനി എനിക്ക് ഒരു കാര്യം കൂടെ അമ്മ സാധിച്ചു തരണം. എന്റെ മോൻ വിസ ഇല്ലാതെ നിൽക്കുകയാണ്. അതെനിക്ക് അമ്മ ഇനി സാധിച്ചു തരണം. അതിനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇത്രയും വയ്യെങ്കിലും ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഇപ്പൊ 5ാമത്തെ തവണയാണ് പൊങ്കാലയിടാൻ വരുന്നത്. ഈ വർഷം മാത്രമേ അമ്മയുടെ മുന്നിൽ കിട്ടുന്നത്. എല്ലാ വർഷവും അങ്ങ് പാളയത്തൊക്കെയായിരുന്നു. ഇപ്രാവശ്യം ഇവിടെയെങ്കിലും വന്ന് തൊഴുവാൻ പറ്റിയത് വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുന്നു. വലിയ തിരക്കുണ്ടോ? തിരക്കുണ്ട്, നല്ല തിരക്ക്, ഭയങ്കര തിരക്ക്. ഇത്തവണ എല്ലാ തവണത്തെ കണത്തില്ല ഭയങ്കര തിരക്ക്. അതുമല്ല ഇച്ചിരി പോലും ആ പോലീസുകാർ ഇച്ചിരി പോലും നമ്മളെ വിടുന്നില്ല. ചന്ദനം കിട്ടാൻ തന്നെ ഭയങ്കര ഈ വർഷം ഭയങ്കര തിരക്കായി പോയി. അമ്മ എപ്പോഴാ ക്ഷേത്രത്തിൽ എത്തിയത്? ഞങ്ങളിന്ന് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് 3 മണിയായി. 3 മണിക്ക് ഞങ്ങൾ ഇവിടെ എത്തി. എന്നിട്ട് പറ്റുന്നില്ല. 4-5 വട്ടവും കറങ്ങി വന്നു. എന്നിട്ട് ഒരു രക്ഷയില്ല. വ്രതമൊക്കെ എടുത്തിട്ടാണോ? വ്രതം എടുത്തിട്ട് തന്നെ വന്നത്. വലിയ പ്രതീക്ഷയിൽ വലിയ വിശ്വാസത്തോടു കൂടിയാണ് ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ പുലർച്ചെ മുതൽ തന്നെ പലരും ക്യൂ നിൽക്കുകയാണ്. പക്ഷെ പലർക്കും അകത്ത് കയറാൻ സാധിക്കുന്നില്ല. അഭൂതപൂർവമായൊരു തിരക്കാണ് ക്ഷേത്ര സന്നിധിയിൽ അനുഭവപ്പെടുന്നത്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഏതായാലും പൊങ്കാല അർപ്പിക്കാനുള്ള ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും എല്ലാം തന്നെ പൂർത്തിയായി. ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ ഒഴുകി വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മന്ത്രോച്ചാരണത്താൽ മുഖരിതമാണ് ഈ ആറ്റുകാൽ ക്ഷേത്രം. ഭക്തി സാന്ദ്രമാണ് ഈ ക്ഷേത്രം. ഏതായാലും നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.